നമഃ ശിവായ. 12 തിരുമുറകളിൽ 8ാമത്തെ തിരുമുറയാണ് മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകം. ഇതിൻ്റെ കാലം എന്നാണെന്ന് വ്യക്തമല്ല. ചില ചരിത്രകാരന്മാർ പറയുന്നത് ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിലാണെന്ന്. വേറെ ചില ചരിത്രകാരന്മാർ പറയുന്നു ക്രിസ്തുവർഷം 8ാം നൂറ്റാണ്ടിലാണ് മാണിക്യവാചകൻ്റെ കാലം എന്ന് പറയുന്നുണ്ട്. അതായത് നാൽവർ സംഘം എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അതായത് തിരുനാവുക്ക് അരശർ എന്ന അപ്പർ, പിന്നെ സുന്ദരമൂർത്തി സ്വാമികൾ, സംബന്ധർ, 4ാമത്തെ ആളായിട്ടാണ് മാണിക്യവാചകരെ കരുതുന്നത്. ഈ 3 പേരുടെയും കാലത്തിന് ശേഷമാണ്, അതായത് തിരുനാവുക്കരശരുടെ കാലത്തിന് ശേഷമായിരിക്കാം മാണിക്യവാചകരുടെ ജീവിതകാലം എന്നൂഹിച്ചിട്ടാണ് 8ാം നൂറ്റാണ്ടിലെന്ന് ചില ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും അതിപ്രാചീനമായ തമിഴ് സാഹിത്യത്തിലെ മഹോന്നതമായ ഒരു ഭക്തികാവ്യമാണ് മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകം. സത്യശിവസുന്ദരത്തിൻ്റെ പേരാണ് തിരുവാചകം. തിരുവാചകം സത്യമാണ്, ശിവമാണ്, സുന്ദരമാണ്. ശിവാനുഭൂതിയാണ് തിരുവാചകം നിറയെ. ശിവമൊഴിയാണ് തിരുവാചകം എന്ന് പറയാം. നമുക്കതിനെ ശിവോപനിഷത്ത് എന്ന് വിശേഷിപ്പിക്കാം. തിരുവാചക സാധനയിലൂടെ മാത്രം ശിവസാക്ഷാത്കാരം ലഭിക്കുമെന്ന് പല അനുഭവസ്ഥന്മാരും വ്യക്തമാക്കുന്നുണ്ട്. തിരുവാചകത്തിക്ക് ഉരുകാതെ ഒരു വാചകത്തിക്കും ഉരുകാതെന്ന് തമിഴിലൊരു ചൊല്ലുണ്ട്. അതായത് തിരുവാചകം വായിച്ച് മനസ്സുരുകാത്തവർക്ക് ഒരു വാചകത്തിക്കും മനസ്സ് ഉരുകുകയില്ല. അവരുടെ മനസ്സ് കല്ലായിരിക്കും. അപ്പോൾ കല്ലുകൊണ്ടല്ലാത്ത മനസ്സ് ഉള്ള എല്ലാവരുടെയും ഹൃദയം ഭക്തി കൊണ്ട്, ശിവഭക്തി കൊണ്ട് അലിഞ്ഞലിഞ്ഞ് ഉരുകുന്ന കാഴ്ചയാണ് തിരുവാചകം നമുക്ക് സമ്മാനിക്കുന്നത്. തിരുവാചകം മാണിക്യവാചകരുടെ ജീവിതത്തെ തന്നെ ആകെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. അതിലൂടെ മാണിക്യവാചകരുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, ഇത് ആരാണോ മനനം ചെയ്യുന്നത്, ആരാണോ ചൊല്ലുന്നത്, ആരാണോ പഠിക്കുന്നത്, അവരുടെ മനസ്സെല്ലാം ശിവഭക്തി കൊണ്ട് നിറയും. ശിവൻ്റെ അരുൾ അവരിലേക്ക് മഴ പോലെ വർഷിക്കുകയും ചെയ്യും. ഇനി നമുക്ക് മാണിക്യവാചകരുടെ ജീവിതത്തിലേക്ക് അല്പം കിടക്കാം. ഈ മഹാൻ തിരുവാതവൂരിനടുത്ത് മാനമംഗലം ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ശംഭുപാദാചാര്യരാണ്. മാതാവ് ശിവജ്ഞാനവതിയും. അവരുടെ പേരുകൾ തന്നെ ശിവൻ്റെ പേരുകളാണ്. അപ്പോൾ ശിവജ്ഞാനവതി, ആ ശിവജ്ഞാനം നിറഞ്ഞ മകനെ തന്നെയാണ് അവർക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ശംഭുപാദാചാര്യരുടെ മകനാണ് മാണിക്യവാചകൻ. ആ പിതാവിൻ്റെ പേരും അന്വർത്ഥമാകുന്നുണ്ട് മകനിലൂടെ. ഇദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചത് തിരുവാതവൂരൻ എന്നാണ്. തിരുവാതവൂരൻ എന്ന പൊതുപേരിലാണ് ഇദ്ദേഹം എല്ലായിടത്തും അറിയുന്നത്. അദ്ദേഹം എഴുതിയ ഭക്തിമയവും സാഹിത്യമധുരവുമായ കൃതികളാൽ മാണിക്യവാചകർ എന്ന പ്രസിദ്ധിയും കാലക്രമത്തിൽ വന്നു ചേർന്നു. 16 വയസ്സിന് മുമ്പ് വേദാന്തങ്ങളെല്ലാം തന്നെ, ആഗമങ്ങളും സ്മൃതി ഗ്രന്ഥങ്ങളും എല്ലാം ഇദ്ദേഹം പഠിച്ച് അതിലെല്ലാം പ്രാവീണ്യം നേടി. സംസ്കൃതത്തിലും തമിഴിലും തുല്യമായ ജ്ഞാനമുണ്ടായിരുന്നു. ഇത് പിതാവും ഗുരുനാഥന്മാരും ഉച്ചനിലയിലെത്തിച്ച് ആ വിദ്യാഭ്യാസത്തെ
പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ വിദ്യാഭ്യാസം അവസാനിച്ച് യൗവനദശയിൽ പാണ്ഡ്യദേശ ഭരണകൂടത്തിൽ ഉദ്യോഗസ്ഥനായി ചേർന്നു. കാലം ചെല്ലുന്തോറും ഉയർന്നുയർന്ന് അരിമർദ്ദനൻ എന്ന പാണ്ഡ്യരാജാവിൻ്റെ മന്ത്രിമാരിൽ പ്രധാനിയായി വിശ്വസ്തനായി ഇദ്ദേഹം നിയമിതനായി. മന്ത്രിപദവും ജന്മനാ സിദ്ധിച്ച സദ്വിദ്യയാൽ വളർത്തപ്പെട്ട ശിവഭക്തിയും ചേർന്ന് ലോകജീവിതം നയിക്കുന്നതിനിടയിൽ ശൈവമതത്തിൽ അനുപേക്ഷണീയനായ ഒരു ഗുരുവിൻ്റെ അഭാവം വാദവൂരനെ അസന്തുഷ്ടനാക്കിയിരുന്നു. ശൈവ ദർശനത്തിൻ്റെ കാതലാണ് ശൈവ സിദ്ധാന്തത്തിൻ്റെയും ശൈവ ദർശനത്തിൻ്റെയും കാതലാണ് മാണിക്യവാചകരുടെ തിരുവാചകം. അതുകൊണ്ട് ശൈവത്തെക്കുറിച്ച് അല്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ജീവന്മാർക്ക് ശിവനാകുന്ന പരമാത്മാവുമായി ഐക്യം നേടുകയാണ് അന്തിമ ലക്ഷ്യം. ജനിമൃതി ചക്രങ്ങളിൽ നിന്നും മോചനം നേടുന്ന ജീവാത്മാവ് ശിവലോകത്തിലെത്തി ശിവൻ്റെ ചേവടികളിൽ ചേർന്നിരിക്കുന്നു. ശിവനെക്കുറിച്ചുള്ള ബോധമാണ് യഥാർത്ഥ ജ്ഞാനം. ഈ ജ്ഞാനം നേടാൻ തടസ്സമായിരിക്കുന്നത് കർമ്മം, മായ, അഹങ്കാരം എന്നിങ്ങനെയുള്ള 3 മലങ്ങളാണ്. ഈ 3 മലങ്ങളെയും ഇല്ലാതാക്കിയാൽ ശിവനെ നമുക്ക് ഹൃദയത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയും. മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ഈ 3 മലങ്ങളെയും മാറ്റി മനസ്സിനെ നിർമ്മലമാക്കുകയാണ് ആത്യന്തികമായ ലക്ഷ്യം. കർമ്മം പൂർവ്വജന്മത്തിലെ പാപങ്ങളുടെ ഫലമാണ്. മായയാണ് ശിവബോധത്തിന് തടസ്സമായിരിക്കുന്നത്. മായയെ സൃഷ്ടിക്കുന്നതും അവയെ നശിപ്പിക്കുന്നതും ശിവനാണ്. അജ്ഞാന സംസർഗം മാറ്റി സജ്ജന സംസർഗം കൊണ്ട്, ക്ഷേത്ര ദർശനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ മനസ്സ് പരിപക്വമാകുമ്പോൾ ശിവൻ തന്നെ മായയാകുന്ന ഇരുട്ടിനെ നീക്കി നമുക്ക് യഥാർത്ഥ ജ്ഞാനം നൽകുന്നു. ജീവാത്മാവിൻ്റെ ശിവനുമായുള്ള ഐക്യമാണ് പരമമായ ആനന്ദം. ഇതാണ് ശൈവ ദർശനത്തിൻ്റെ കാതലായി നാം ദർശിക്കുന്ന സത്യങ്ങൾ. അപ്പോൾ ശിവശക്തി മേളനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു, മനസ്സിൽ നടക്കുന്നു. അതായത് മൂലാധാരത്തിൽ നിന്ന് ശക്തി സ്വരൂപിണി ഉയർന്ന് ഷഡാധാരങ്ങളുടെ സഹസ്രാരത്തിൽ ശിവനുമായി മേളിച്ച് ശിവ ഐക്യം സംഭവിക്കുന്നു. അങ്ങനെ ശിവ ഐക്യത്തിലൂടെ നാം ശിവസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് സാധാരണ ശൈവ ദർശനമായിട്ട് നാം കരുതുന്ന മഹത് സത്യം. അപ്പോൾ ഈ സത്യസാക്ഷാത്കാരമാണ് തിരുവാചകം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രയോജനം. ഇതിൽ മാണിക്യവാചകരുടെ തിരുവാചകത്തിൽ 656 പദ്യങ്ങളാണുള്ളത്. 51 അധ്യായങ്ങളിലായിട്ടാണ് ഇത് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ 656 പദ്യങ്ങളുടെ ശിവസാക്ഷാത്കാരത്തിലേക്ക് മാണിക്യവാചകർ ഒരു സാധകനെ നയിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ആരംഭം എന്ന നിലയിൽ പറഞ്ഞുള്ളൂ. നാളെ ശിവരാത്രി നാളാണ്. ശിവരാത്രി നാളിൽ നമുക്ക് മാണിക്യവാചകരുടെ തിരുവാചകത്തിലേക്ക് പ്രവേശിക്കാം. ഓം